ഒരു ഹോട്ട് ന്യൂസാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. വിസ തട്ടിപ്പിനിരയായ മയ്യനാട് സ്വദേശികളായ ദമ്പതികൾക്ക് മർദ്ദനം. നൽകിയ പണം തിരികെ ചോദിക്കാൻ ചെന്നപ്പോഴാണ് മർദ്ദനമേറ്റത്. ഇരവിപുരം പോലീസിൽ മർദ്ദനമേറ്റ ദമ്പതികൾ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളിമുക്ക് സ്വദേശി അഷ്റഫിനെ ഇരവിപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തായാലും ഈ ദമ്പതികളിൽ ഒരാൾ പറയുന്നതിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. സ്ഥാപനമുണ്ട് കാലിബറി കൺസൾട്ടൻസി. അവിടെ ഞാൻ UK വിസ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാം പരസ്യം കണ്ടിട്ട് പൈസ ഞാൻ അവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ ആസാദ് അഷറഫ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈ സ്ഥാപനത്തിലാണ് എനിക്ക് വിസ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് എനിക്ക് വർക്ക് പെർമിറ്റും ഓഫർ ലെറ്ററും ഒക്കെ ഇഷ്യൂ ചെയ്തത്. ഇത് ഇഷ്യൂ ചെയ്തത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അവർ ചെയ്യുന്ന എല്ലാം ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ആണ് എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ തുടർന്ന് ഈ കൺസൾട്ടൻസിയിൽ ആസാദും അഷറഫും കൂടെ ചേർന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഡൽഹിയിൽ VFSൽ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എടുത്ത് തരികയും തുടർന്ന് ഞങ്ങൾ ഡൽഹിയിൽ പോവുകയും ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് പാസ്പോർട്ട് തിരികെ കിട്ടാതായതിനെ തുടർന്ന് മെയിൽ അയച്ചപ്പോഴാണ് അറിയുന്നത് ഈ വെച്ച ഡോക്യുമെൻറ്റ്സ് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഡോക്യുമെൻറ്റ്സ് ആണെന്ന് ഞങ്ങൾ അറിയുന്നത്. പക്ഷേ ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ ആസാദും അഷറഫും ദുബായിലോട്ടൊക്കെ കടന്നു കളഞ്ഞിട്ടുണ്ട്. ഈ അഷ്റഫിൻ്റെ ആരാണ് ആസാദ്? അഷറഫ് എന്ന് പറയുന്നത് ഈ കൺസൾട്ടൻസി നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. ഈ ആസാദിൻ്റെ പിതാവാണ് അഷറഫ്. അഷറഫ് എന്ന് പറയുന്നത് കൊല്ലത്ത് തന്നൊരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിന് ഞങ്ങൾ പൈസ കൊടുക്കുന്നത് ഇദ്ദേഹത്തിന്റെ ബാക്കിന്മേലാണ്, അഷറഫിന്റെ ബാക്കിന്മേലാണ്. എത്ര രൂപയാണ് കൊടുക്കുന്നത്? ഞങ്ങൾ ഒരു 8 ലക്ഷം രൂപ അടുപ്പിച്ചാണ് ബാങ്ക് ട്രാൻസാക്ഷനായിട്ടും അല്ലാതെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അല്ല, എങ്ങനെ ബാങ്ക് മുഖേന എത്ര കൊടുത്തു? അല്ലാതെ ബാങ്ക് മുഖേന ഒരു 5 ലക്ഷം രൂപ അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി 3 ലക്ഷം രൂപ പല തവണകളിലായിട്ടാണ് ആസാദും അഷ്റഫും കൂടെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. മൊത്തം 8 ലക്ഷം രൂപ. നമുക്ക് കൂടെ 8 ലക്ഷം രൂപ അടുപ്പിച്ച് 8 ലക്ഷത്തിന് മുകളിലാണ് പോയിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള ഇതിനുള്ള രേഖകളെല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഫേക്ക് ഡോക്യുമെന്റ്സ് എല്ലാം തന്നു. വിസയൊക്കെ ബാനായി. ഇതറിഞ്ഞെ തുടർന്ന് ഞങ്ങൾ കൊടുത്ത പൈസ ഞങ്ങൾ തിരിച്ചു ചോദിച്ചു. ഞങ്ങളുടെ പൈസ തിരിച്ച് വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ചോദിച്ച സമയത്തെല്ലാം ഇവർ 1-2 പറഞ്ഞ് ഒഴിഞ്ഞു മാറി. മറ്റാരാണ് പൈസ എടുത്തുകൊണ്ട് പോയെന്നൊക്കെ ഇല്ലാതെ കുറേ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. പക്ഷേ എന്നാലും ഞങ്ങൾ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ജനുവരി 2025 ആദ്യത്തെ ഒരു ജനുവരി 1 അടുപ്പിച്ച് ഈ അഷറഫിൻ്റെ കുറേ ബന്ധുക്കളും സുഹൃത്തുക്കളും കൂടെ ചേർന്ന് ഞങ്ങൾ ഒത്തുതീർപ്പിന് വിളിപ്പിച്ച് ഇവിടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഒത്തുതീർപ്പിന് വിളിക്കുന്നത്. പറഞ്ഞത് 1 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പൈസ ഞാൻ തന്നു തീർക്കുമെന്ന് ഈ അഷ്റഫ് ഞങ്ങൾക്ക് വാക്ക് തന്നു. 1 മാസം കഴിഞ്ഞ് 1.5 മാസമായിട്ട് ഞങ്ങളെ വിളിക്കാനാണ് പറഞ്ഞത്. 1 മാസത്തിനുള്ളിൽ നിങ്ങളെ വിളിച്ച് എന്ന് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഇടുമെന്ന് ഞങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ 1.5 മാസമായിട്ട് ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തിനെ ഒന്ന് കണ്ട് സംസാരിക്കാം എന്തായി പറഞ്ഞിട്ട് അദ്ദേഹം ബാക്കി പറഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പം മെസ്സേജ് അയച്ചാലൊന്നും റിപ്ലൈ ഇല്ല, വിളിച്ചാലും ഫോൺ എടുത്തില്ല. അപ്പോൾ ഞങ്ങൾ കരുതി ഇദ്ദേഹത്തിനെ കണ്ടൊന്ന് സംസാരിക്കാമെന്ന് കരുതിയിട്ട് പള്ളിമുക്കിലെ അറഫ നഗറിലെ പുത്തമ്പുരെ ഇവരുടെ വീടാണ്, അഷ്റഫിൻ്റെ ആസാദിൻ്റെ വീടാണ്. അങ്ങനെ ഞങ്ങൾ കാണാൻ പോയപ്പോഴത്തേനും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ കരുതി വീട്ടിൽ കയറാനൊന്നും നിന്നില്ല. വീട്ടിൽ നിന്ന് മാറി റോഡ് സൈഡിൽ ഞങ്ങൾ ഇദ്ദേഹം വരുന്നത് കണ്ടു. പക്ഷെ ആ സമയത്ത് ഇദ്ദേഹം ഈ അഷറഫും, അതായത് ആസാദിൻ്റെ പിതാവായ അഷറഫും അഷറഫിൻ്റെ 2ാമത്തെ മകൻ അനസ് അഷറഫും പിന്നെ അതുപോലെ തന്നെ ഇയാളുടെ ഒരു സഹോദരൻ ഈ അഷറഫിൻ്റെ സഹോദരനും കൂടെ ചേർന്ന് ചുമന്ന ഒരു വെന്യൂ കാറിൽ വരികയും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കെതിരെ ചീത്ത വിളിച്ച് നീയൊക്കെ ഇവിടുന്ന് മേടിച്ചിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും വളരെ മോശമായിട്ടുള്ള സംസാരമായിരുന്നു ഉണ്ടായിരുന്നത്. ചീത്ത വിളിക്കുകയും അശ്ലീഷമായിട്ടുള്ള ഒരു വർത്തമാനമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് ഇയാൾ കുറച്ചും കൂടെ വൈലൻ്റായിട്ട് അടുത്ത 2 ഗേറ്റുണ്ട്, അടുത്ത ഗേറ്റ് വഴി പുറത്ത് വന്നിട്ട് ആദ്യം എൻ്റെ ഹസ്ബൻഡിനെ അടിച്ചു, 2ാമത് എന്നെ അടിച്ചപ്പോഴത്തേക്ക് ഞങ്ങളുടെ 2 പേർക്കും അടിയിട്ടത് ഞങ്ങൾ എന്തിനാണ് അടിച്ചതെന്ന് ചോദിക്കാൻ അങ്ങോട്ട് മുന്നോട്ട് നിന്നപ്പോഴത്തേക്ക് ഇവരുടെ കുടുംബക്കാരെല്ലാം കൂടെ, അതായത് അഷറഫിൻ്റെ ഭാര്യ ഹസീല, പിന്നെ അതുപോലെ തന്നെ മകൻ അനസ് അഷറഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിനകത്ത് നിന്നും വീടിന് പുറത്ത് വന്നിട്ടും പബ്ലിക്കായിട്ട് എന്നെ വളരെ മോശമായിട്ടാണ് ചീത്ത വിളിച്ചത്. എന്നെ എന്തൊക്കെയാണ് അവൻ വിളിച്ചത് എന്നുള്ളത് ഞാൻ ഇവിടെ ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ വ്യക്തമായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഹസീല എന്ന് പറയുന്നത് അഷറഫിൻ്റെ ഭാര്യയാണ്. ഇവരെന്നെ അടിച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ സഹോദരൻ, ഈ അഷറഫിൻ്റെ സഹോദരൻ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് കുറേ ചീത്ത വിളിച്ചു. വായിക്കൊള്ളാത്തൊരു സ്ത്രീത്വത്തെ അപമാനിക്കുക എന്നുള്ള രീതിയിൽ തന്നെ അയാൾ കരുതിക്കൊണ്ടുവന്ന് റോട്ടിൽ വെച്ചിട്ട് എന്നെ ചീത്ത വിളിക്കുക, എൻ്റെ ഷാളെല്ലാം വലിച്ച് കീറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ ഇരപുരം പോലീസ് സ്റ്റേഷനിൽ വന്ന് അപ്പോൾ തന്നെ ഞാൻ പരാതി കൊടുക്കുകയും തുടർന്ന് എനിക്ക് ബോധക്ഷയം കാരണം ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അടുത്ത ദിവസം തന്നെ ഇരപുരം പോലീസ് അഷ്റഫിനെ അറസ്റ്റ് ചെയ്യുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഞങ്ങൾ രാവിലെ ഒരു 9 മണി തൊട്ട് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അറസ്റ്റ് അതിനിടയിൽ വെച്ചിട്ട് ഉച്ചയായപ്പോഴത്തേക്കും ഈ അഷ്റഫ് ബോധം കെട്ട് വീണ് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവരുടെ ഡോക്ടറുടെ ജില്ലാ ആശുപത്രിയിൽ നിന്നും അറിയിച്ചത് അദ്ദേഹത്തിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ആരോഗ്യം തന്നെയാണ്, വേറെ അസുഖങ്ങളൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ് പോലീസ് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇരപുരം സ്റ്റേഷനിലാണ് ഇപ്പോഴും ഞങ്ങൾ രാവിലെ 9 മണി തൊട്ട് ഈ നിമിഷം വരെ ഇരപുരം പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്.